ഹലോ, കർക്കിടകമല്ലേ? അപ്പോൾ നമ്മൾ ലഘുവായ ഭക്ഷണങ്ങളും ആരോഗ്യകരമായ ഭക്ഷണങ്ങളും കഴിക്കണമെന്നാണ്. അപ്പോൾ അതിലേക്കായി ഇന്ന് കപ്പയുടെ ഒരു ചെറിയ വറവാണ് കാണിക്കുന്നത്. അതിലേക്കായി കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് ഒരു 1/2 കിലോ കപ്പയ്ക്കുള്ളതാണ് ഞാനീ പറയുന്നത്. ഒരു 10-15 ചെറിയുള്ളി നീളത്തിൽ മുറിച്ചത് ഒരു ഇളം ബ്രൗൺ ആവുന്നത് വരെ വാട്ടിയതിന് ശേഷം അതിലേക്ക് 5-6 ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. അത് വെളുത്തുള്ളി ഒരുപാട് വാടരുത്, അതിൻ്റെ ഒരു പച്ച മണം പോകാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് ബ്രൗൺ കളറായിപ്പോയാൽ കറിയുടെ മണവും ടേസ്റ്റും ഒക്കെ മാറിപ്പോകും. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്കിനി വേണ്ടുന്നത് ചിരവിയ തേങ്ങയാണ്. കപ്പ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒരുപാടായിപ്പോകരുത്. സാധാരണ നമ്മൾ തോരനൊക്കെ ചേർത്തുന്നത് പോലെ തേങ്ങ ഇതുപോലെ ഒരു ഇളം ബ്രൗൺ എന്നതുവരെ തേങ്ങയും ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഈ വറവിനാവശ്യമായ മുളക്, പിന്നെ അതിന് ആവശ്യമായ ഉപ്പ് എന്നിവയും അല്പം വെള്ളം ചേർത്തൊരു പാത്രത്തിൽ കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഞാൻ ഒരിക്കലും പൊടിയായിട്ട് ചേർക്കാറില്ല, അതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇത് ഒരല്പം വെള്ളം ചേർത്ത് തേങ്ങയും ചേർത്ത് ഇളക്കുമ്പോൾ നമുക്കിനി കപ്പ ചേർത്ത് ഇളക്കുമ്പോൾ എല്ലാവരുടെയും മിക്സ് ആവേണ്ടതുമാണ്. അപ്പോൾ തീരെ ഡ്രൈ ആവാത്തതാണ് നല്ലത്. എപ്പോഴും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ചേർക്കാറ്. പിന്നീട് അതിലേക്ക് വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതാണ് ഈ വറവിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്, ഈ ഗരം മസാലയും വെളുത്തുള്ളിയും. അതും ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ പച്ച കറിവേപ്പിലയുടെ മണം വരുന്നത് പ്രത്യേക ടേസ്റ്റാണ്. മൊരിഞ്ഞതാണല്ലോ ആദ്യത്തേത്. അപ്പോൾ ഇത്രയുമേ പരിപാടിയുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് എല്ലായിടത്തും ഈ തേങ്ങയും കൂട്ടും മിക്സായി വരുന്നവരെ ഇളക്കുക. ഒരിക്കലും ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം ഈ കിഴങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒന്ന് നമ്മൾ കുറിക്കുന്നത് പോലെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അടിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അത് ചായക്ക് കഴിക്കാം, കഞ്ഞിക്ക് കഴിക്കാം, എല്ലാത്തിനും കഴിക്കാൻ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത് അധികം വേവിക്കാനും പാടില്ല. ഈ കപ്പ നമ്മൾ ഇളക്കുമ്പോഴേക്ക് അടിഞ്ഞു പോകും. അതിനാണ് ആ ഒരു പാകത്തിലെടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കഞ്ഞിയുടെ കൂടെയാണ് ഇത് ഇന്ന് കഴിക്കുന്നത്. പിന്നീട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് തേങ്ങാപ്പാലായിട്ടും ചേർക്കാം, അല്ലാതെ കറിക്ക് ചിരവി വെച്ച തേങ്ങയുണ്ടെങ്കിൽ അത് ഒന്ന് നന്നായി ഞെക്കിപ്പിഴിഞ്ഞാൽ അതിൻ്റെ പാല് എടുക്കുകയും ചെയ്യാം, ബാക്കി തേങ്ങ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ഇന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ കഞ്ഞിയിൽ ഈ തേങ്ങാപ്പാലും ഇളം ഉപ്പും ചേർത്ത് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. കപ്പയും